ഹേ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്താണെങ്കിൽ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് ഗെയിം പ്ലേ ആണ്. അപ്പോൾ AW ആണ് ഇതിൽ മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. പീക്കിലാണ് ഗൈസ്. അപ്പോൾ കുറേ എനിമീസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്കാണ് കിങ് ഫിഷർ ആയിട്ട് പിന്നെ മുന്നിൽ ഒരുത്തുമ്പോൾ തന്നെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കിയില്ല, നേരെ അവൻ്റെ തലമണ്ട അടിച്ച് അങ്ങോട്ട് കൊടുത്തു. മുന്നിൽ വേറെ ഒരുത്തുണ്ട്, അവൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ച് ഒരുത്തം വന്ന് ഞാൻ പെട്ടെന്ന് ഓടിട്ട് അവനെയും കൂടെ അടിക്കാൻ നോക്കി. പക്ഷേ അവൻ ടച്ച് കിട്ടും. എന്നിട്ട് എന്നെ അടിച്ച് അവൻ 70 HP മേഘായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല, കണ്ടാൻ വേണ്ടി വിട്ടു. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഡീറ്റിച്ചാവും വേറെ സൈഡിൽ നിന്നൊക്കെ. ഒന്നത് ഈ പീക്കിൻ്റെ മുകളിലൊക്കെ കുറേ എനിമീസ് ഇറങ്ങണതാണ്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഹീലടിച്ച്. എന്നുവെച്ചാൽ സാൻറ്റീനൊക്കെ ഉള്ളതുകൊണ്ട് സീനാണ്. അടിയൊക്കെ ഇറങ്ങി വന്നവന്മാരടിക്കും. എന്നിട്ട് മോളിക്ക് അവന്മാർ സുഖമായിട്ട് പോകും. നമ്മളായിരിക്കും ഇവിടെ വടിയാവുക. ഞാനപ്പോൾ എന്ത് ചെയ്ത് ഇവിടേക്ക് നേരെ ചെന്നപ്പോൾ അവിടെ ഒരുത്തനാണ് ക്രോണോ ഇട്ട് മെഡ് അടിക്കുന്നത്. ഞാനാണ് പെട്ടെന്ന് തന്നെ പെട്ടി തുറന്നിട്ട് പെട്ടെന്ന് അവനെ അടിക്കാനുള്ള രീതിക്ക് അടിച്ചപ്പോൾ ക്രോണോ പോയിട്ടുണ്ടായില്ല. പെട്ടെന്ന് ആ ക്രോണോ പോയി. ഞാൻ ഒന്നും നോക്കി നേരെ അടിച്ച് അവൻ്റെ തലമണ്ട അവൻ്റെ പൊട്ടിക്കോടെന്ന് വെച്ചപ്പോൾ മുന്നിൽ നിന്ന് അടി. അപ്പോൾ അവിടെ ഏതൊരു ആരാണ്ട് ഗ്ലൂ ആയിട്ട് തന്നിരുന്നു. അപ്പോൾ അതിൽ കവർ അടിച്ച് ബാക്കിൽ നോക്കിയപ്പോൾ എൻ്റെ കില്ലാണ് വേറെ ഒരുത്തം കുമ്മനടി. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയി. അപ്പോൾ എന്നെ അടിച്ചവനാണല്ലോ അടിക്കാമല്ലോ. ഞാൻ റൈറ്റിൽ പോകണം കണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റൈറ്റിൽ പോയപ്പോൾ അവൻ്റെ റൈറ്റിൽ കൂടെ വരണ്ടേ. ഒന്നും നോക്കിയില്ല. അവനെ ഞാൻ ബോഡി ഹെഡ് ഷോട്ട് അടിച്ച് അവനെ നോക്കിയിട്ട് എന്നെ നല്ല ഡാമേജ് കൊടുത്തു. പക്ഷെ ഞാൻ അവനെ നോക്കിയിട്ടുണ്ട്, ഞാൻ ചത്തില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കില്ല് അങ്ങോട്ട് സ്കോപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ. എൻ്റെ 0 ഗ്ലൂ ആൾ അവൻ്റെ ഏതാണെങ്കിൽ എനിക്ക് 2 ഗ്ലൂ ആൾ കിട്ടി. പെട്ടെന്ന് ലൂട്ട് അടിച്ച്. അപ്പോഴാണെങ്കിൽ അവിടെ ഫൈറ്റ് ഉണ്ടായിരുന്നു. അത് നോക്കി മെയിനായിട്ട് പോയത്. അപ്പോൾ വെൻഡിങ് മെഷീൻ്റെ അവിടെ ആളിഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ മുന്നിലാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഒരുത്തനാണെങ്കിൽ AK-MP40 പിടിച്ച് മുന്നിൽ വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കൂടി വന്ന് ഞാൻ നോക്കി അവിടെ തലമണ്ട അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ച്. പെട്ടെന്ന് തന്നെ ആ കില്ല് അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. പെട്ടെന്ന് ആ ലൂട്ട് എടുക്കുമ്പോൾ മെയ്സിന്ന് ഒരുത്തം വരാൻ അവനെ പീണടിച്ച് ഫുള്ളർ അടിച്ച് അവനെയും കൊന്ന്. അപ്പോൾ അവൻ വിചാരിക്കാൻ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല വന്ന് അടിക്കേണ്ടത്. ചക്കൻ്റെ പീണൻ്റെ ആണെങ്കിൽ ഞാൻ ആ വഴിക്കേ വരില്ല എന്ന് വെച്ചിട്ടുണ്ടാവാൻ. പീക്കിയത് ആൾക്കാരൊക്കെ നല്ല ലൂട്ടടിച്ച് സെറ്റായിട്ട് മുന്നിൽ പോയപ്പോൾ ഒരു സാൻറ്റീനോട് വെച്ച ഒരുത്തൻ കയറും. ഞാൻ അവൻ്റെ പെട്ടെന്ന് അടിച്ചു പോയി. ഫുള്ള് റെഡ് കയറി ഒരു 5-8 അവൻ്റെ തലക്കില്ല. അപ്പോൾ തന്നെ പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് അവൻ്റെ ലൂട്ട് അങ്ങോട്ട് എടുത്ത്. മെയിനായിട്ട് ഞാൻ ഇട്ടത് ഓർന്നിട്ട് AW കളിക്കാനാണ്. അപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. പെട്ടെന്ന് ഈ മഞ്ഞ സാധനം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഞാനാണ് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് സ്നൈപ്പർ എടുത്ത്. പിന്നെ തീയായി. അപ്പം തന്നെ കിരീടവും കിട്ടി. അപ്പം മനസ്സിലായി AW+ കിരീടം. അപ്പോൾ ഈ കളി പോയി എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ച്. അതുപോലെ തന്നെ ഈ കളി നമ്മൾ ബൂയി അടിക്കുന്നുണ്ട്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഗെയിം പ്ലേ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പീക്കിൻ്റെ ഉള്ളിൽ കയറി വേറെ വല്ല സ്നൈപ്പർ ഇട്ട് നോക്കിയപ്പോൾ വേറെ ഒരുത്തൻ്റെ സൗണ്ട് കേൾക്കണേ. നോക്കിയാൽ മുന്നേ ഒരുത്തവൻ അവൻ ഞാൻ നല്ല ഡാമേജ് ഇട്ടാവും. മേഘ വെച്ച് എൻ്റെ പകുതി ലൈഫാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഓടി മാറ്റി നല്ല ഡാമേജ് പിന്നെയും കൊടുത്ത്. അപ്പോൾ തന്നെ ദിമിത്രിയായിട്ട് പിന്നെയും കുത്തിപ്പിടിച്ച് അവനെ പെട്ടെന്ന് തന്നെ നോക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ആ കില്ലും അങ്ങോട്ട് പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് ഹീൽ ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് ആളെങ്ങാനും വന്ന് കഴിഞ്ഞാൽ പെട്ടുപോയി. ഇപ്പം തന്നെ എത്ര പ്രാവശ്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ലേ, പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ പെട്ടെന്നൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളാണെങ്കിൽ പെട്ടെന്ന് ഈ സാധനം എടുത്ത് വണ്ടി എടുത്ത് അടിയിൽ പോയപ്പോൾ അവിടെ നോക്കിയപ്പോൾ എടുത്ത് ഡ്രോപ്പ് എടുക്കണേ. ഞാൻ ഒരുത്തനോട് തന്നെ നേരെ ചെന്നപ്പോൾ ഒരു സാൻറ്റീനോ. പക്ഷെ അത് ഇനിമയാന്ന് വെച്ചാൽ ഞാൻ അതുമ്പോൾ കയറി കുത്താൻ നോക്കിയത്. പക്ഷെ അതൊന്നും പറ്റിയില്ല. പടി കൊണ്ടുപോയി ചട്ടിയുന്ന പെട്ടെന്ന് തന്നെ ഒരു 150 കൊടുത്ത് അടുത്തടിക്കുമെങ്കിൽ ബാക്കിൽ നിന്ന് വേറെ എടുത്ത് ഞാൻ ചത്തു വെച്ച് ബാക്കിന് ഓറിനുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം തന്നെ വേറൊരു 150 എടുത്ത് ബാക്കിൽ നിന്ന് പിന്നെയും കുത്തനടി. അപ്പോൾ ഇവരെ മുന്നിലുള്ള ഡൗണിട്ട് ഇവരടിക്കാൻ നോക്കിയപ്പോൾ എനിക്കാണെങ്കിൽ പാനിക്കായിട്ട് അടിയും കൊള്ളാം. ഞാൻ പിന്നെ അടിക്കാതൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഗ്ലൂട്ട് ബാക്ക് അടിച്ച് എങ്ങാനും കളി പോയാലെന്ന് വെച്ചിട്ട് ആ ബാക്ക് അടിക്കാൻ അവൻ സമ്മതിച്ചില്ല. മെഡ് അടിക്കണേ മുന്നേ അവൻ നീഡ് എടുത്തുണ്ട്. പെട്ടെന്ന് തന്നെ ഗ്ലൂ മാറ്റി അവനെ പിന്നെ അടിക്കാൻ പഠിക്കൊണ്ടില്ല. നീഡ് എൻ്റെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലൂ ഇട്ട് മണ്ടണെങ്കിൽ തന്നെ ഇവിടെ നോക്കിയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ 2 150 കൊടുത്ത് അവനങ്ങോട്ട് ഡൗൺ ഇട്ട്. പെട്ടെന്നാണെങ്കിൽ മറ്റേ സോണിയായി. പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനുള്ളിൽ ഓടി വരുമ്പോഴത്തേന് എനിക്ക് സുഖമായിട്ട് വേണമെങ്കിൽ അവൻ അടിച്ചു പോകാൻ. പെട്ടെന്ന് മരത്തൊക്കെ ലൂട്ടെടുത്ത് മുന്നിൽ നോക്കിയപ്പോൾ ഒരു ബൈക്കിൻ്റെ സൗണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ ബാക്കിൽ കൂടെ തീപ്പന്താൻ പോണ്. ഞാനാണെങ്കിൽ ഒരു 67 കൊടുത്ത്. അപ്പം തന്നെ അവൻ ആരകൊണ്ടൊക്കെ എന്തിനോ പോകുമ്പോൾ ഇട്ട് പോകുന്നു. ഞാൻ നോക്കിയിട്ട് മാനത്തൊക്കെ ഒരു സാധനം കാണില്ല. പക്ഷേ റെഡ് കളർ മാപ്പിൽ കാണിക്കുക. ഞാൻ പിന്നെ അവിടെ നിൽക്കാന്നില്ല. ഇതുപോലെ ഇപ്പോൾ പൊട്ടണവൻ എൻ്റെ വീട്ടിൽ വന്ന് പൊട്ടിയാൽ ഞാനും ചാവെന്ന് വെച്ചാൽ ഞാൻ കണ്ട വഴി സ്ട്രിപ്പിക്ക് ഓടിപ്പോയി. പക്ഷെ അവന്മാർ വിട്ടില്ല. അവന്മാർ ഈ സാധനം ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കും. ഞാൻ ഫെല്ലർ അടിക്കണം, മെഡ് അടിക്കണം, എന്തടിക്കണം എന്ന് വെച്ച് നോക്കിയിരിക്കും. ഞാൻ പിന്നെ ഏതായാലും പഠിക്കണ്ടേ. ഇപ്പോൾ ഫുൾ അച്ചീപ്പ് തന്നെ ഉണ്ടല്ലോ. ഞാൻ ഓർഡിനായിട്ട് ഒരുത്തരാണെങ്കിൽ ചാട്ടിരിക്കും. ഞാനാണ് ശ്രദ്ധിച്ചില്ല. ഞാൻ അപ്പം തന്നെ എടുത്ത് കൊറോണ കൊടുത്തിട്ട് ഞാനൊരു സ്കോപ്പ് ചെയ്ത് നിന്ന് ഒരു മലമുകളിലും മോളിക്കുമായിട്ടാണ് നിൽക്കുന്നത്. ഒറ്റടി അവൻ ഒന്നും നോക്കിയില്ല. അത് ഫിനിഷ് ചെയ്യാനാണെങ്കിൽ അങ്ങോട്ട് കയറുന്നപ്പോൾ അത് എൻ്റെ അണ്ണാക്കി വന്ന് പോകുമ്പോഴത് ഞാൻ പെട്ടെന്ന് ഒരു 2 കൂടെ എടുത്ത് ചാടി. ഞാൻ നോക്കിയില്ല. ഫസ്റ്റ് അടിക്കുന്നേക്ക് ഗ്ലൂ നോക്കുന്നുണ്ട്. ആ അടിയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്തടി നേരെ അവൻ്റെ വെസ്റ്റും പൊട്ടി അവനവിടെ നോക്കി. അപ്പോൾ അടുത്തോൻ ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിൽ ഒറ്റടി ക്യുക്കായിരുന്നു അവിടെ. അവർ പ്രതീക്ഷ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു നോക്കിയിരുന്നു. പെട്ടെന്ന് ഡ്രോണൻസ് ബാക്കിനൊക്കെ എന്നൊക്കെ വെച്ച് പിന്നെ അവൻ തന്നെയാണ് മനസ്സിലാവും. അവനാണ് മെഡ് അടിക്കണം. എൻ്റെ അടിയാണ് മിസ്സായിപ്പോയി. പിന്നെ ഏതായാലും അവൻ എന്നെ നോക്കിയൊക്കെയെന്ന് മനസ്സിലായി. ഞാൻ ഒന്ന് നോക്കി നേരെ ഒരൊറ്റ സ്വിച്ച് ചെയ്ത് 159 എടുത്ത് അവനെയും കൊണ്ടു. ഇപ്പോൾ അവർ ചോദിക്കരുത് എന്തിനിപ്പോൾ ഇറങ്ങിയത് ആ വണ്ടിക്കാരനടിക്കണമല്ലോ. ഇവനിപ്പോൾ എന്തിനു നമ്മൾ പഠിക്കാൻ പോയത്. ട്രിപ്പ് ചെയ്ത ഫൈറ്റ് കഴിഞ്ഞ് ഇവിടെ നിന്നാണെങ്കിൽ ആഴ്ചയിലെടുത്ത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് അടി കിടക്കണേ. നോക്കിയപ്പോൾ അപ്പുറത്തേലാണെങ്കിൽ AW കിടക്കണ്ടായിരുന്നു. ഇത്ര AW കാറിനേറ്റ് ആയിരുന്നു. അപ്പോൾ AW കിട്ടിയപ്പോൾ ഇനി ഫുള്ള് പവറായി. നോക്കിയപ്പോൾ 2 അവിടെ മുന്നിൽ നിൽക്കണുണ്ട്. ഇങ്ങോട്ട് ഓടിയൊരു എന്നെ അടിക്കണം ആഴ്ചയിൽ പറഞ്ഞു. ഞാനാണെങ്കിൽ മുന്നിൽ ഗ്ലൂട്ട് ലെഫ്റ്റിൽ നിന്ന് അടി കൊള്ളുന്നറിയാം. ഒരടി കൊണ്ടില്ല. അടുത്തൊരു 150 ഉണ്ട്. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഫുള്ളായി. നേരെ കയറി ചെന്ന് ഒരുത്തനെ അടിച്ചു. അപ്പോൾ ആണെങ്കിൽ അടുത്തോനും കയറുന്നു. അവനീ 150 കൊടുത്തപ്പോൾ അവനാണെങ്കിൽ എന്നെ കളിപ്പിക്കണം സാൻറ്റീനെ ഇട്ടിട്ട്. ഞാനൊന്നും നോക്കിയില്ല. നേരെ സാൻറ്റീനെ അടിച്ച് ആദ്യം പൊട്ടിച്ച്. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി പോയപ്പോൾ ആ ഗ്ലൂവിന് കവർ അടിച്ച് അവൻ നിൽക്കണം. എൻ്റെ ഉണ്ടൊന്നും കൊള്ളില്ല. AW വന്ന് റീലോഡും വന്ന് നേരെ കയറി ഒന്ന് ഒറ്റപ്പെടാൻ അവനെ ഡൗൺ ആക്കി. പെട്ടെന്ന് തന്നെ ആ കില്ലോ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ഫിനിഷ് ചെയ്തെടുത്തു.
എൻ്റെ രണ്ടാഴ്ച എനിക്കുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുത്തനാണെങ്കിൽ അവിടെ സാൻഡ് ഇട്ട് ഒരുത്തന് ഓടി വരും. ഞാൻ അവനെ കൊടുത്തപ്പോൾ 150 എടുത്ത് പവണ്ടാണ്. വേറെ അടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ വെച്ചാൽ ഈ കില്ല് എനിക്ക് കിട്ടുന്നു. പക്ഷേ എൻ്റെ കൺമുന്നിൽ വെച്ചാൽ ആ കില്ല അവൻ കുമ്മനടിച്ച്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനിപ്പോൾ നോക്കിട്ട കില്ല് എവിടെ നിന്നാണ് കുമ്മനടിച്ചതെന്ന് എനിക്ക് ഒരു പിടി കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ആണെങ്കിൽ അങ്ങോട്ടാണെങ്കിൽ കയറി ചെന്ന് അവനെ നോക്കിയിട്ട് അവിടെ നിന്ന് അടിക്കാൻ ചപ്പനാണെങ്കിൽ പിടിച്ച് എന്നെ അടിക്കുന്നു. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഓറിയോന്നിട്ട് കവറിൽ കയറി. അപ്പോൾ തന്നെ അവൻ ബുക്കോ ഞാൻ അടിക്കാൻ നോക്കിയാൽ പടി കൊണ്ടില്ല. അപ്പോൾ നിങ്ങൾ റൈറ്റിൽ ഒരു പെണ്ണുപിള്ള പിടിച്ച് എന്നെ പിടിച്ചടിക്കണം. എന്നെ നല്ല ലൈഫാക്കി എന്നെ പകുതി കളഞ്ഞു. എൻ്റെ വെസ്റ്റൊക്കെ പൊട്ടണം. ഞാൻ പെട്ടെന്ന് തന്നെ കിടന്ന ഒരു സൂപ്പർ മെഡ് പെട്ടെന്ന് അടിച്ചു. ഞാനും ബാക്കിൽ നിന്ന് വല്ലവരും വന്ന് അടിച്ചാലും അത് പെട്ടെന്ന് മെഡ് അടിച്ച് ഞാനാണെങ്കിൽ അപ്പം പിന്നെ റൈറ്റ് നോക്കിയപ്പോൾ അത് അങ്ങോട്ട് ഓടി വന്നു. പെട്ടെന്ന് 150 എടുത്ത് അടുത്തടിക്കാൻ നോക്കി അതാണെങ്കിൽ എടുത്ത് ഗ്ലൂ എടുത്തിട്ട് ഞാൻ പക്ഷേ വിട്ടില്ല. ഞാൻ അവിടെ തന്നെ നിന്ന് ആ പെണ്ണുമ്പോൾ അങ്ങോട്ട് അതിൽ തന്നെ ഓടിപ്പോകുന്നറിയാം. പെണ്ണുമ്പോൾ ഫുൾ HP കൊണ്ട് കയറിപ്പോയി 212 എടുത്തപ്പോൾ ആ പെണ്ണുമ്പോൾ എത്താം. നോക്ക് വീണത് ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കോപ്പ് ചെയ്താൽ കില്ല അങ്ങോട്ട് എടുത്ത്. മറ്റേ ബുക്കോങ് ഉണ്ടല്ലോ, ബുക്കോങ്ങനെ കയറി വന്ന് ഞാൻ ഒരു 150 കൊടുത്ത്. അടുത്തടി അടിച്ച ഗ്ലൂമൊക്കെ ഉണ്ട്. അവനാണെങ്കിൽ അപ്പം തന്നെ ബാൻ 150 ഇട്ടുണ്ട്. നേരെ അടുത്തടി നോക്കി എൻ്റെ അടി കൊണ്ടില്ല. പിന്നെ തടി കൊണ്ട് അവൻ അപ്പം തന്നെ നോക്കാം. ഞാനൊന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ ആ കില്ല് ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത്. 2 അടിച്ചിട്ട് ഫേക്ക് വരും. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ച് പിന്നെ ഫിനിഷ് ചെയ്ത്. സൈലൻസർ ഉണ്ടല്ലോ പെട്ടെന്ന് ചത്തോളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് മുകളിൽ കയറാൻ നോക്കിയപ്പോൾ ഒരുത്തൻ തിയേറ്ററിൽ ഇരുന്ന് എൻ്റെ ഗെയിം പ്ലേയൊക്കെ കാണരുത്. അവൻ പിടിച്ച് എന്നെ പിടിച്ച് വീടിയേക്കണം. ഞാനാണ് ഉള്ളിൽ കയറി. ആ മണ്ടങ്ങനെ ആദ്യമേ ചാടണെങ്കിൽ എന്നെ സുഖമായിട്ട് കൊല്ലായിരുന്നു. പൊട്ടൻ ഞാനൊന്നും നോക്കിയില്ല. നേരെ എടുത്ത് കുറേ ബോംബ് അങ്ങോട്ട് എടുത്തിട്ട് പേരും മണ്ടത്തരണ്ട്. എന്താണ് ബുദ്ധികേടാണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ മേത്തൊക്കെ എൻ്റെ അടുത്ത് വെറുതെ എടുത്ത് നെയ്ഡ് കയറിണ്ടേ. ഞാൻ പെട്ടെന്ന് തന്നെ ഓടിയപ്പോൾ അവന് ഇത്തിരി ഡാമേജ്. അവൻ ഗ്ലൂട്ടാണെങ്കിൽ അടച്ച്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ പിന്നെ എടുത്ത് നെയ്ഡ് എറിഞ്ഞ്. അവൻ വിചാരിക്കും പിന്നെ എന്ത് വല്ല നെയ്ഡ് കേൾക്കാം ഇത്രയും നെയ്ഡ് ഇതിപ്പോൾ എവിടെ നിന്നാന്ന് വിചാരിക്കണ്ടോ. ഞാൻ അവിടെ നിന്ന് ഒരു റിപ്പയർ കിറ്റ് അടിക്കാം. അപ്പോഴാണ് പിടിച്ച് അവൻ പിടിച്ച് എന്നെ പിടിച്ചടിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ ഗ്ലൂട്ട്. പക്ഷെ അവൻ നല്ല ഡാമേജ് തന്നു. അവൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് റഷ് ചെയ്താൽ ഞാൻ പെട്ടെന്ന് ഒരു അടിച്ച് ആ സ്കോഡിനെ അങ്ങോട്ട് വൈപ്പായി. അവന്മാരുടെ ടീമിൽ താളാന്ന് തോന്നുന്നത്. അവൻ എൻ്റെ കളിയിൽ നിന്ന് കാണുന്നത് നിങ്ങൾ ചാവും ഞാൻ എന്നിട്ട് അടിച്ചോളം നല്ല രീതിക്കായിരിക്കും അവൻ നിന്നിട്ടുണ്ടാവും. അതായിരിക്കും അവൻ ചാവാൻ കാരണം. അവൻ ഇങ്ങനെ നിന്നത് ഹോൾഡ് ചെയ്ത്. നമ്മളാണെങ്കിൽ അവിടെ നിന്ന് സ്ട്രിപ്പിക്ക് വന്നപ്പോൾ ഒരുത്തനാണെങ്കിൽ വെൻഡ് മിഷൻ അവിടെ നിന്ന് ഓടി വരുന്നത്. പെട്ടെന്ന് തന്നെ ഒരു 150 ചാടി കൊടുത്തു. അവൻ ഗ്ലൂഡിനെ മുന്നേ ഞാൻ അടിച്ചു. അപ്പോൾ തന്നെ അവൻ ഗ്ലൂ ഇട്ട്. പക്ഷേ മണ്ടൻ ഗ്ലൂട്ട് എത്തിയിട്ട് ലേറ്റായി പോയി. അപ്പം തന്നെ അടിച്ചുകൊണ്ട് ആ കില്ലും കിട്ടി. നോക്കി അവൻ മോളി വേറെ ഫൈറ്റ് എടുക്കണേ. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഒരുത്തം പുറത്ത് കറങ്ങിയാണ്. അവനാണ് 150 കൊടുത്ത്. രണ്ടാമത്തെ തന്നെ എനിക്ക് കൊണ്ടില്ല. മൂന്നാമത്തെ കാര്യം അപ്പം തന്നെ കാന്തം പോലെ കൊണ്ട് അവനെ നോക്കം അങ്ങോട്ട് എടുത്ത്. അവൻ വിചാരിക്കണ്ടേ ഏത് നേരത്ത് ഇപ്പോൾ പുറത്തിറങ്ങാമെന്ന് തോന്നിയിരുന്നു. അവൻ മുന്നിൽ വേറെ ഒരുത്തന്നെ അവൻ്റെ തടിക്കാൻ നോക്കിയിട്ട് അടികൊള്ളില്ല. അവരുടെ അടുക്ക് ഒരു 150 അപ്പം തന്നെ ഞാൻ കൊടുത്തു. അവൻ ബുക്കോങ് ഗ്ലൂ കിട്ട് അവനെ അപ്പം തന്നെ കവറിൽ കയറി. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ ഒരു ബ്ലൂ ഹെന്നർ അടിച്ച് നേരെ 150 അല്ലേ കയറി അങ്ങോട്ട് കയറി ചാമ്പാന്ന് വെച്ച് നേരെ കയറിപ്പോൾ ചാടി അടിച്ച് അവൻ കൊണ്ടില്ല. അവൻ്റെ ആണെങ്കിൽ നെറ്റ് പോയി. അവനാണെങ്കിൽ ആരെങ്കിലും അടിക്കണ പോലെ തോന്നി. നോക്കാൻ വല്ല മനസ്സിലായി തമ്മിൽ വെച്ചടിക്കാൻ നെറ്റ് പോയിട്ട് പാവത്തിന് ആരോ കോൾ ചെയ്താണ്. ചതിച്ചാണ് അവൻ ചതിച്ചത്. പെട്ടെന്ന് തന്നെയാണ് ബംഗാളിൽ തേർഡ് പാർട്ടി അടിക്കാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ലൈഫ് പകുതിയായി. ഞാനപ്പോൾ തന്നെ ഗ്ലൂ ഇട്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പെട്ടെന്ന് മെഡടിക്കാൻ നോക്കിയപ്പോൾ രണ്ടെണ്ണം ഇങ്ങോട്ട് കയറി റഷ് അടിക്കാൻ വരുന്നത്. ഞാനപ്പോൾ എന്ത് ഒരു തന്നെ ചാടി അടിക്കാൻ നോക്കിയാൽ കൊണ്ടില്ല. പിന്നെ തടി 150 കൊണ്ടാവും പെട്ടെന്ന് ഗ്ലൂ ഇട്ടു. മറ്റവൻ അടിക്കാൻ നോക്കിയാൽ അതും കൊണ്ടില്ല. അവനെ മറ്റേ കമ്പിടാക്കി കവറും ചെയ്തെന്ന്. ഞാനപ്പോൾ എൻ്റെ STL ഇടാൻ വെച്ചാൽ അത് വിട്ടത് എൻ്റെ ഗ്ലൂമ് കൊണ്ട്. അടുത്തത് എൻ്റെ ഗ്ലൂമ് കൊണ്ട്. അടുത്ത കൊണ്ട് 44 എന്തരോ കൊണ്ടാണ്. അവന് മറ്റവൻ കയറുന്ന അവൻ്റെ ഒരു തടി കൊണ്ടില്ല. അവൻ്റെ ആണെങ്കിൽ മേഘം എന്തരോ. അവന് സാൻറ്റീനോ കൊച്ചുമോൻ്റെ മോനായിരുന്നു അവനും. അവൻ അവിടെ നിന്ന് വന്ന് എൻ്റെ അടി ഫസ്റ്റത്ത് കൊണ്ടില്ല. പിന്നത്തെ ഒരു 150 ഉണ്ടാവും. പിന്നെ കയറുന്നൊന്നും നേരെ ഒരു അടി കൊണ്ടപ്പോൾ ഞാൻ ചത്തില്ല. അവൻ സോമി. അപ്പോൾ തന്നെ അടുത്തവന് കയറുന്നു. അവനെ അടിച്ചപ്പോൾ 2 എണ്ണം ചത്ത്. അപ്പോൾ അവന്മാരും വിചാരിച്ചേ എന്തിനിപ്പോൾ റഷ് ചെയ്തത് വെറുതെ എല്ലാ രൂപന്മാരടിക്കുന്ന പോലെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്തിന് പപ്പടാക്കി വിട്ടു. എന്തായാലും ഞാൻ പ്രാർത്ഥിക്കുന്നു ബംഗാളികളുടെ ആത്മാവിന് ആത്മശാന്തി കിട്ടട്ടെ. സ്വാഹ. പെട്ടെന്ന് തന്നെ അവിടുത്തെ കൂട്ടി കയറിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ മറ്റേ താനം തിരിച്ചിട്ടാണ് കുറച്ച് സ്നൈപ്പറം കൊടുത്ത് നോക്കിയപ്പോൾ മുകളിൽ മുത്തനടി എന്തരോ ഫുൾ സ്ക്വാഡ് എന്തരോ ആണ്. അവിടെ 7 പേരുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടൊരു ഫുൾ ടീം ഉണ്ടാവും. കുറച്ച് സോളോ പീസ് ഉണ്ടാവും മനസ്സിലായി. ഞാൻ ഒന്നും നോക്കിയിട്ട് നേരെ അങ്ങോട്ട് കയറി കൊടുത്ത് ചാവണി ചവിട്ട് അടിക്കട്ടെ വെച്ച് 5 പേര് ബാക്കി അവന്മാർ ഫുൾ സ്ക്വാഡാന്ന് മനസ്സിലായി. പക്ഷെ എന്നാലും ഡൗട്ട് ഇനി ചിലപ്പോൾ ചില സോളോ പീസ് ഉണ്ടാവുമെന്ന്. അവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് ചതിയായിരുന്നു. അവന്മാർ ഫുൾ ടീമായിരുന്നു. ഞാൻ പെട്ടില്ല എന്ന് പറഞ്ഞ പോലെ അവസ്ഥയായി. നേരെ ഞാൻ മെയ്സ് പിടിച്ച് അവിടെ വെക്കുക. ബാക്കിൽ കൂടെ ഞാൻ റൈറ്റിൽ കൂടെ കറങ്ങിയാലും വരില്ല. നോക്കിയപ്പോൾ അവന്മാരെല്ലാവരും കിട്ടുന്നു. കറക്റ്റ് കഴിഞ്ഞ് ഇടപെടേണ്ട ഈ ഒന്നും കൊള്ളില്ല. പെട്ടെന്ന് തന്നെ ഒരു ഓറിയിലിട്ട് ഞാനടിക്ക് പാക്കടിച്ചു അവിടെ. ഈശ്വരാ ഇനി ഇതിൻ്റെ ഉള്ളിൽ നീ എങ്ങനെ ജയിക്കാനാണ് ഇവന്മാർ 4 പെന വളയല്ലോ എന്നുള്ള രീതി. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഡയലോഗ് ഓർമ്മ. ഞാൻ സ്വന്തം തന്നെ ചിന്തിച്ചു നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്തു ചെയ്യുകയാണ്. അപ്പം ഞാൻ തന്നെ പറയണം ബംഗാളികളുടെ ഇടയിൽ കുടുങ്ങി കിടക്കേണ്ടത് നിങ്ങളുടെ ഹീറോ. പിന്നെ ഒന്നും നോക്കിയില്ല. റോക്കി ബൈൻ അങ്ങോട്ട് മനസ്സിൽ ധ്യാനിച്ച് AW അങ്ങോട്ട് എടുത്തു. ഫസ്റ്റ് അടി മൂഞ്ചി പിന്നെ തടി മൂഞ്ചി. അപ്പം തന്നെ ഓറിയിട്ടോ. അപ്പം പിന്നെ ഫുള്ള് പവറായിരുന്നു. നേരെ ഒരു 150 എടുത്ത് നേരെ ഒരു അടി ഡൗൺ. അവിടെ ഓരോരുത്തനാണ് അന്തം കൂടി വിന്തം പോലെ നിൽക്കായിരുന്നു. അവനെയും പെട്ടെന്ന് തന്നെ ഒരു 150 അവനും നോക്കി നേരെ ഗ്ലൂ ഇട്ടപ്പോൾ രാജാവ് കയറുന്ന രാജാവിൻ്റെ 150 കൊടുത്ത് ഓർന്നിട്ട് അപ്പം തന്നെ ചടപടേ റോക്കിബായുടെ പവറും കയറിയത് വൈപ്പ് എടുത്ത് അങ്ങോട്ട് പോയി. അവന്മാർ ഇതെന്ത് മിന്നലാവല്ലേ ഒറ്റടിക്ക് വന്ന് പോയി തീർന്നു. അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവങ്ങൾ എന്തിന് പറയാനല്ലേ അവന്മാരുടെ അവസ്ഥ കളി കിട്ടിയെന്ന് വെച്ച് നടക്കായിരുന്നു. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ഇടുക. ഓക്കെ ബൈ.